ഇപ്പോഴാ ചാച്ചന്റെ മനസ്സൊന്ന് തെളിഞ്ഞ്. പണ്ട് പഠിച്ചിട്ട് അക്ഷരങ്ങളൊക്കെ ഒന്ന് കൊത്തി ഇളക്കി ഇളക്കി ഇട്ടപ്പോ എല്ലാം കൂടെ ഒന്നിച്ച് പൊട്ടി മുളച്ച പോലെ. ഏയ്, അവരവിടെ എഴുതി വെക്കും, നമ്മളത് നോക്കി എഴുതിയാ മതി. ഞങ്ങൾ അതിന് ചെറിയ ക്ലാസ്സിലല്ലയോ, തുടങ്ങിയതല്ലേ ഉള്ളൂ. മനസ്സിൽ തോന്നുന്നതൊക്കെ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിരിക്കുവാ സാറ്. മനസ്സിലിപ്പോ നമ്മൾ ആ പക്ഷികളെ പോലെ ആകാശത്തൂടെ ഭാരമില്ലാതെ അങ്ങനെ പറന്ന് പറന്ന് പോവുക നമ്മുടെ കൂട്ടിലേക്ക്. അവിടെ അങ്ങനെ തള്ളപ്പക്ഷി തീറ്റയൊക്കെ ആയിട്ട് നമ്മളെ കാണാഞ്ഞ് വിഷമിച്ചിരിക്കുക. പക്ഷി കുഞ്ഞുങ്ങൾ അങ്ങനെ പറന്ന് പറന്ന് കൂട്ടിലെത്തി. തള്ളക്കളി തീറ്റകളൊക്കെ എടുത്ത് നമ്മുടെ ചുണ്ടിലേക്ക് വെച്ചു തന്നു. എന്നിട്ട് തള്ളക്കിളിയുടെ ചിറകിനുള്ളിലെ ചൂടും പറ്റി അങ്ങനെ സുഖമായിട്ട് ഉറങ്ങി. നമ്മുടെ അമ്മയുടെയും നമ്മൾ ഈ കിളികളുടെയും കഥയാ. ഏരിരോ 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 ആരിരോ. കളിപ്പിച്ചിട്ട് പോവാന്ന് വിചാരിച്ചോ. പെരുന്നാളിങ്ങ് വന്നോട്ടെ, നിന്റെ പണി ഞാൻ തീർക്കുന്നുണ്ട്. നല്ല ചൂടില്ല, ഇപ്പൊ ഒന്നും പറയാനില്ല. ആർക്കും ഇവിടെ ഒന്നും അറിയണ്ടല്ലോ. വെളുപ്പം കൊല്ലത്ത് പൊതിയും കെട്ടി അങ്ങോട്ട് ഇറങ്ങിയാ മതി. നമ്മളിവിടെ തന്നെ കിടന്ന് ചക്രശ്വാസം വലിക്കുക. എങ്ങോട്ടാന്ന് വെച്ചാ ചെല്, എനിക്കൊന്നും വേണ്ട. നല്ല കുറുക്കന്റെ വായ്പെടുമ്പോ പഠിച്ചോളൂ. അങ്ങനെ ഇപ്പൊ കൈയിട്ട് വാരി പഠിക്കണ്ട. വിശക്കുന്നു അമ്മ, വൈകുന്നേരം ഒന്നും കഴിച്ചില്ല. കിടന്നാലക്കതരു പെണ്ണെ, അതിനാ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ചാച്ചനോട് പറഞ്ഞ് എന്തെങ്കിലും വാങ്ങി കഴിക്കാൻ മേലായിരുന്നോ? ചാച്ചൻ അതിന് വേറെ ലോകത്തല്ലേ, ഇതിനെ കൂട്ടി തന്നെ അങ്ങോട്ടേക്കട്ടെ. ആ പൊരുന്ന കുഴിയുടെ കൂടെ ഇടണ്ട, കിടന്ന് കൊത്തുണ്ടാക്കും. അമ്മേ, അകത്തോട്ടൊന്ന് നോക്കി പറ്റി ഇവിടെ ഒരു കളി കാണാം. ഈ എന്താന്ന് പിടികിട്ടിയോ? പിടികിട്ടാണ്ടിരിക്കാൻ തന്നെ 4 കൊല്ലം ഞാനും സ്കൂളിലൊക്കെ പോയതാ. പിള്ളേരെ കൊണ്ടാക്കിയിട്ട് വളവും വാങ്ങിച്ചോണ്ട് ഇങ്ങോടി എത്താവെന്ന് പറഞ്ഞ ആളാ. ഇവിടെ ഞാൻ നോക്കിയിരിക്കുക. അയ്യോ, ഞാൻ അതങ്ങ് മറന്നു. സിറ്റി ചെന്നപ്പോ ഉണ്ടല്ലോ, നീ പറഞ്ഞാ വിശ്വസിക്കത്തില്ല, അതൊരു വലിയ കഥയാ. ഓ, ആ കഥയൊക്കെ പിള്ളേര് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ചാച്ചനിത് എന്നാ ഭാവിച്ചോണ്ടാ ഈ വയസ്സാം കാലത്ത് പഠിക്കാൻ പോയിട്ടെന്നാ വല്ല ഉദ്യോഗത്തിന് പോകാൻ പോകുന്നോ? ഉദ്യോഗത്തിനൊന്നും പോയില്ലേലും 2 അക്ഷരം പഠിച്ച മറ്റുള്ളവരുടെ മുമ്പ് ധൈര്യമായിട്ട് നിൽക്കാമല്ലോ. അമ്മേ, ഈ ചാച്ചൻ ഞങ്ങളുടെ ടീച്ചറിനോട് പറയാ ഗീതുവിന്റെ ഡാഡിയാണ്. അതിനെന്താടി നീ പറഞ്ഞില്ലയോ നിന്റെ ഫാദർ ആണെന്ന്? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഗീതുവിന്റെ ഡാഡിയാണെന്ന്. അതെന്നാ ഞങ്ങളുടെ ഡാഡിന്നും മമ്മിന്നും വിളിച്ച വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോടി സുധ? ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ അങ്ങനെ വിളിക്കുന്നേ. ചാച്ചെന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായി കൂടിയില്ല. ഞങ്ങൾ ഇനി അമ്മ അങ്ങനെ വിളിക്കാൻ പോലെ. മമ്മി, അയ്യേ, ഈ കൂറ പിടിച്ച് നടക്കുന്നവർക്കൊന്നും അത് ചേരത്തില്ലടി കൊച്ചെ. ആര് പറഞ്ഞു ചേരത്തില്ലെന്ന്? മമ്മി, എന്നാ പറ്റി? നല്ലോണം തൊലി പോയിട്ടുണ്ടല്ലോ, എന്നാ പറ്റിയാടി? ഓ, എന്നാ പറ്റാനാ? ആ മണ്ട് പശുവിന്റെ പുറകെ ഓടിയതാ. ഉള്ള വാഴത്ത എല്ലാം തിന്ന് നശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പിടിച്ചാലും കണ്ട് നിൽക്കുവോ? എന്നെയും കൊണ്ട് മറിയല്ലോ. ആ തോട്ടിൽ കമന്നടിച്ച് വീണതാ. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. ഞാനിത് എന്നാ പറ്റി ഇത്രയും കിടന്ന് ചൂടാകുന്നേന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. നോവുന്നുണ്ടല്ലേ? പശു, പായും ഷൂ. എല്ലാവർക്കും അറിയാലോ പശു എന്ന് എഴുതാൻ. ആ, പശു നമുക്ക് ഡാഷ് തരും. പശു ഡാഷ് തരും. തരും തവളയുടെ തായും പരുവിന്റെ രൂ. പശു ഡാഷ് തരും. പശു അമ്മച്ചി എന്ന് പറഞ്ഞേ, പശു എന്ത് തരും? പശു പാല് തരും. ആ, പശു പാല് തരും. വെരി ഗുഡ്. പശു ചാണകവും തരും. പശു ചാണകവും തരും.
പക്ഷെ ചാണകം മാത്രം തരുന്ന പശുവിനെ നമ്മൾ മച്ചി പശു എന്നാ വിളിക്കുന്നത്. അമ്മാവന്റെ വീട്ടിലെ പശു മച്ചിയാണോ? ഞങ്ങള് കവറുപാല വായിക്കുന്നേ. ഓ, പാല് കുടിക്കാഞ്ഞാൽ അമ്മ വഴക്ക് പറയും. ഞാനിത് പറയുമ്പോ നിങ്ങൾ ചിലർക്കെങ്കിലും നിങ്ങളുടെ പഴയ കാലം ഓർമ്മ വരും അല്ലേ? നിങ്ങൾ പഠിച്ച സ്കൂള്, പഠിപ്പിച്ച മാഷ് അല്ലേ? തലേ മുടിയില്ലാത്തൊരു മൊട്ട സാറാ എന്നെ പഠിപ്പിച്ച. ഞങ്ങള് സാറിനെ ചട്ടിത്തലയാന്നാ വിളിച്ചിരുന്നത്. സാറന്മാരെ കളിയാക്കി വരുന്നതിന് ഗുണം ഇപ്പൊ മനസ്സിലായല്ലോ. അമ്മാവനാള് കൊള്ളാമല്ലോ. ക്ലാസ്സിൽ ഇരുന്നാണോ ബീഡി വലിക്കുന്നത്? 19 കൊല്ലമായിട്ടുള്ള ശീലാസ. എന്നാ അത് ഇവിടെ നടക്കത്തില്ല. പണ്ടും ബീഡി വലിച്ചേരി ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയേ. കുടിച്ചിട്ട് പണ്ടേ ഉണ്ടല്ലേ? എഴുതിക്കോളൂ. പാല് കുടിക്കാഞ്ഞാൽ അമ്മ വഴക്ക് പറയും. പാല് കുടിക്കാഞ്ഞാൽ അമ്മ വഴക്ക് പറയും. എന്താ പറ്റി കാണാൻ പറ്റുന്നില്ലേ? ഈ കണ്ണാടി മാറ്റാറായിട്ടുണ്ടാവും. ശരി. അപ്പൊ ഇനി എല്ലാരും എഴുതി ഇങ്ങോട്ട് കൊണ്ടുപോവാ, നോക്കട്ടെ. വെരി ഗുഡ്. മോനിച്ചത് സ്റ്റാർ തന്നേക്കാം. എനിക്ക് ഈ ഇംഗ്ലീഷാ ഒന്നും അറിയാൻ മേലാത്ത. അതിനെന്താ, നമുക്ക് പഠിക്കാം. ആദ്യം മലയാളം ഒന്ന് ഉറക്കട്ടെ, എന്നിട്ടാട്ടെ. കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞില്ലേ മനസ്സിൽ തോന്നുന്നത് എഴുതാൻ. ചേക്കേറാനായി പോകുന്ന പക്ഷികൾ, കിളിക്കൂട്. വൈകുന്നേരം എന്നെയും പിള്ളേരെയും അവരുടെ അമ്മ നോക്കിയിരിക്കുന്നതാ. ഇറ്റ്സ് റിയലി അമേസിംഗ്. കൊള്ളാം. അന്ന് നമ്മുടെ കവി പറഞ്ഞ പോലെ, പ്രകൃതിയുടെ മുമ്പിൽ തുറന്ന മനസ്സുമായി നിൽക്കുന്നവൻ, പ്രകൃതിയുടെ ഭാഷ അറിയാവുന്നവൻ. ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. കൊള്ളാം. താങ്ക് യു. വെൽക്കം. താനാള് വിചാരിച്ചതിലും കേമന. കുറച്ചു ദിവസം കൊണ്ട് ഇയാളങ്ങ് ഫേമസ് ആയല്ലോ. ഏയ് അങ്ങനെയൊന്നുമില്ല. ഒക്കെ ഒറ്റ ലോട്ടറിയല്ലേ തുടക്കം, ഇല്ലയോ? എന്താ ചിരിക്കുന്നേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? ആ, നമ്മളിവിടെ കൂടിയോണ്ട് കുഴപ്പമൊന്നും പറ്റില്ലല്ലോ തനിക്ക്. ഇല്ല ഇല്ല. അത് മതി. നല്ലൊരു കോള് കിട്ടിയ ദിവസമായിരുന്നു. 2 അണ്ണന്മാരുടെ ഇടയിൽ കിടന്ന് ഞാൻ ചുമ്മാ ഡാം ഡൂം കളിച്ചതേ ഉള്ളൂ. കമ്മീഷൻ എത്ര എനിക്ക് പോകുന്നതെന്ന് അറിയോ? 25,000 റുപ്പീസ്. ഓ, ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. 25,000 രൂപ. അവത്തെ കിടന്ന് നടത്തി പറിക്കാതെ ഇത് പിടി. ആന്നോ? ഇതെന്നാ വല്ല വണ്ടി കച്ചവടം വന്നു? വണ്ടി കച്ചവടത്തിനൊക്കെ 10,000-2,000 കിട്ടും. ഇത് തോട്ടമാ, തോട്ടം, റബ്ബർ എസ്റ്റേറ്റ്. വലിക്ക് മോനിച്ചാ. ഞാൻ കഴിക്കല. കഴിക്കത്തില്ലേ? കഴിക്കണ്ട. ഇതൊന്നും വെച്ചോണ്ട് വില പറയാനുള്ളതല്ല. തോട്ടത്തിന് ഇപ്പൊ എന്നാ വിലയാ? ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് കാണിച്ചു കൊടുത്തേ ഉള്ളൂ. ഞാൻ പോട്ട് സ്കൂൾ വിട്ടു. തനിക്കാ മലമണ്ട എന്നൊക്കെ വിറ്റ് പെറുക്കി ഇവിടെ ഒരു വീടെടുത്ത് താമസിച്ചൂടെ? ചുമ്മാ ഇങ്ങനെ കാലുവെന്ത നായ പോലെ തേരാപ്പാര വെറുതെ. ഇത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മാഷ്. ഇംഗ്ലീഷ് മാത്രമാക്കണ്ട, കമ്പ്യൂട്ടറും കൂടെ പഠിക്കുക. അതാ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. ഈ ഡ്രൈവിംഗ് പഠിക്കാൻ വലിയ പാടാണ്. ഓ, അതൊക്കെ വലിയൊരു പണിയാണോ? വരട്ടെ. ശരി. പിന്നെ തന്റെ തോട്ടത്തിന്റെ കാര്യം മറക്കണ്ട, നല്ല വില വാങ്ങിത്തരാ. ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോ? ഓ, നിങ്ങള് ചാച്ചനും പിള്ളേരും സിറ്റി കിടന്നങ്ങ് വിലസുമല്ലോ. അതോർത്തിട്ടാ എനിക്ക് വിഷമം. എനിക്കതങ്ങോട്ട് വായി വരത്തില്ലടി പിള്ളേരെ. എന്തോ ഒരു ഇതുപോലെ. അതൊക്കെ വന്നോളും. ഡാഡിയും ഞങ്ങളൊക്കെ ഒന്ന് ഇംഗ്ലീഷ് പഠിച്ചു തന്നോട്ടെ. മമ്മി താനെ വിളിച്ചോളും. മമ്മീന്നും ഡാഡിന്നൊക്കെ വിളിക്കുന്ന കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടം. നീ വിചാരിക്കുന്ന പോലെ ഈ ഇംഗ്ലീഷും പഠിപ്പൊന്നും വലിയ ആന കയറാൻ വരെയൊന്നുമല്ല. നമ്മൾ വിചാരിക്കാത്തോണ്ടാ. സാറ് പറഞ്ഞിരിക്കുന്ന ഈ മലയാളം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നാ. നീ നോക്കിക്കോ, ഇംഗ്ലീഷ് ഞാൻ നല്ല മാണി മാണി പോലെ തട്ടി വിടും. അപ്പൊ അത് ശരി. പകല് മുഴുവൻ അവിടെ തന്നെ അങ്ങ് കറങ്ങി തിരിഞ്ഞ ഇവിടെ പറമ്പിലെ പണിയൊക്കെ ആര് നോക്കും? ശനി ഞാറുണ്ടല്ലോ. അല്ലെങ്കിൽ ആ കുട്ടനെ വിളിച്ച് ഇടയ്ക്ക് പണിക്ക് നിർത്തണം. എനിക്കതല്ല, നിങ്ങൾ എല്ലാരും വെളുപ്പിനെ അങ്ങ് കെട്ടിപ്പെറുക്കി പോയാ പിന്നെ സന്ധ്യ ആവുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കുത്തിയിരിക്കണം. എന്നെ കൊണ്ടങ്ങ് വയ്യ, ഞാനും അങ്ങ് പോരുവാ. ഡാഡി, മമ്മിക്ക് ഒരു ടീ വാങ്ങി കൊടുത്താലോ? ടൗണിലെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ സമയം കളയുന്നേ. നീയാള് കൊള്ളാലോ. ടൗണിൽ പോകാൻ തുടങ്ങിയിട്ട് മാസം ഒന്നായില്ല. അപ്പോഴത്തേക്കും വിശേഷങ്ങളൊക്കെ പഠിച്ചോ? ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ വീട്ടിലെല്ലാം ടി വി ഉണ്ട്. നമുക്കൊന്ന് വാങ്ങിക്കാ. നല്ല കാര്യായി. ഈ ടിവിയും ഫ്രിഡ്ജും ഒക്കെ മേടിച്ച് പത്രാസ് കാണിച്ചവരാ ഇപ്പൊ ഈ ലോണിൽ കിടന്ന് തൂങ്ങുന്നതേ. സിറ്റി എന്ന് പറഞ്ഞാൽ പല വഴിക്കാ കാശേ. ചുമ്മാ വഴി പറഞ്ഞു കൊടുക്കുന്നവന് ഒരേ കാശാ.